മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു പമ്മു ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് പങ്കെടുത്ത എല്ലാ വിഷ് ചെയ്തതും പങ്കെടുത്തതും എന്നെ ഗിഫ്റ്റ് തന്നതും എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ സുഹൃത്തുക്കളെ, ചൂടുണ്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ? ഇവിടെ ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഫാൻ വരെ ഓഫ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ള് കാണണം. ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഡോണ്ട് സ്കിപ്പ്. ആൻഡ് ഗൈസ്, എൻ്റെ വീഡിയോസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മുത്തുമണീസ്, നമുക്ക് എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ സ്വീറ്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ ഞാനും ചോക്ലേറ്റ്സ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് എന്തൊക്കെ ചോക്ലേറ്റ്സ് ആണ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെന്നാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കണ്ടാലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കാഡ്ബറിയുടെ ഡയറി മിൽക്ക് ഹേർട്സ് ആൻഡ് റോസസിൻ്റെ ഒരു വലിയ ബോക്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഹാർട്ട് ഷേപ്പിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ രണ്ടാമതായിട്ട് കിട്ടിയത് ദാണ്ട് ഈ ഒരു ഹേസൽ നട്ടിൻ്റെ ഡയറി മിൽക്ക് സിൽക്കാണ് കേട്ടോ. പിന്നീട് കിട്ടിയത് മാഴ്സ് ആണ്. മാഴ്സ് എൻ്റെ ഒരു മിനിയേച്ചർ ചോക്ലേറ്റ് പാക്ക് ബൗണ്ടി കിട്ടി കേട്ടോ. ബൗണ്ടിയുടെ മിനിയേച്ചർ പാക്കാണ്. പിന്നെ എനിക്ക് അല്ലാതെ 2 ചോക്ലേറ്റ്സ് കിട്ടിയിരുന്നു. ഒന്ന് ഡയറി മിൽക്കിൻ്റെ ഓറിയോയും പിന്നെ പോപ്പിൻസും ആണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അത് രണ്ടും ഞാൻ കഴിച്ചു. അതുകൊണ്ട് എനിക്കത് ഗിഫ്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഇത്രയാണ് ചോക്ലേറ്റ്സ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് മാറ്റി പിടിച്ചാൽ നമ്മൾ ഇത്ര നേരം നല്ല മധുരമായിട്ട് ചോക്ലേറ്റ്സ് അല്ലേ കണ്ടേ. അപ്പൊ നമുക്കിനി ഫ്രെയിമിലേക്ക് പോവാം. എനിക്ക് 2 ഫ്രെയിംസ് ആണ് കിട്ടിയത്. പിന്നെ അല്ലാതെ ഒരു ഫ്രെയിമിന്റെ ഒരു നമ്മൾ ഫോട്ടോ വെക്കുന്ന ഒരു സ്റ്റാൻഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 എൻ്റെ ഫോട്ടോ വെച്ച ഫ്രെയിം പിന്നെ അല്ലാതെ ഒരു സ്റ്റാൻഡ് ഫ്രെയിമും ആണ് കിട്ടിയത്. ടോട്ടലി 3, ഫോട്ടോ വെച്ചത് 2. അപ്പൊ അത് കാണാവേ. ഇതാണ് എനിക്ക് ആദ്യമേ കിട്ടിയ ഫ്രെയിം. ഇതെന്റെ അമ്മ തന്നെ കേട്ടോ. This is very special to me, and this is my favorite, one of my favorite pic, and I love it. That's the first frame, and the second one is the second one. Okay, ഇത് അടിപൊളിയാണ്. ഇതെൻ്റെ ലേറ്റസ്റ്റ് പിക്കാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട ഒരു വൺ ഓഫ് ദ പിക്ക് ആണിത്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഹാപ്പി ബർത്ത്ഡേ പമ്മു എന്നൊക്കെ ചെയ്തിട്ട് അടിപൊളി ഗ്ലാസ് ഫ്രെയിമാണേ. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടിയ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്രെയിമിന്റെ സ്റ്റാൻഡാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ വേറെ ആരുടെയോ പടമാണ്. ഓക്കെ, ഇതിനകത്ത് ഇനി എൻ്റെ പടമാക്കണം. ഇതൊരു ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയതാണ്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രെയിം സ്റ്റാൻഡ് ഉണ്ടെന്ന്, അത് ഇതാണേ. പിന്നെ ഇത് ഇത്രയാണ് ഫ്രെയിംസിന്റെ സെക്ഷനിൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. ഒരു ഹീലാണ്. ഇതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞാൻ അങ്ങനെ വെച്ചു, പറന്നു പോകുന്നുണ്ട്. ആൻഡ് ഇത് ബ്ലാക്ക് ഹീൽസ്. വാവ്, ഐ ലവ് ഇറ്റ്. ആൻഡ് ഞാൻ ഇട്ടൊക്കെ നോക്കിയിരുന്നു. വെരി കംഫർട്ടബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. കറക്റ്റ് സൈസൊക്കെ ആയിരുന്നു. അടിപൊളി കേട്ടോ. ദിസ് ഈസ് വാച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അടിപൊളി വാച്ച്. എനിക്ക് എൻ്റെ വാച്ച് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കൊരു അടിപൊളി വാച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് വാച്ച്. നല്ല അടിപൊളി സ്റ്റോണൊക്കെ വെച്ച വാച്ചാണേ. നല്ല അടിപൊളി വാച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ ഗിഫ്റ്റിംഗ് ദിസ് ബ്യൂട്ടിഫുൾ വാച്ച് ഫോർ മീ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാഗ് കണ്ടാലോ. എനിക്ക് ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാഗുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം, ഒന്ന് കാണാം, ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. കം ഓൺ. അപ്പോൾ ആദ്യത്തെയാണ് സ്ലിംഗ് ബാഗ്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ഒരു കളറേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു വെറൈറ്റി കളർ ബാഗ് കിട്ടി. ഇതൊരു സ്ലിംഗ് ബാഗാണ്. പിന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ആൻഡ് വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരു സിബ് ഒന്നുമില്ല. അപ്പം അങ്ങനെ കമ്പാർട്ട്മെൻറ്റ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അകത്ത് കമ്പാർട്ട്മെന്റ്സ്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അടിപൊളി ബാഗ്. അപ്പൊ ഇനി അടുത്ത ബാഗ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാഗാണ് ഈ വലിയ ബാഗ്. അപ്പൊ ഇതിനകത്ത് വരുന്നതും 3 കമ്പാർട്ട്മെന്റ്സ് ആണ്. 2 വലിയ കമ്പാർട്ട്മെന്റും ഫ്രണ്ടിലെ ഈ കുഞ്ഞു കമ്പാർട്ട്മെന്റും ആണ് ഉള്ളത്. ഇത് നല്ല അടിപൊളി ബാഗാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? അടുത്ത നമുക്ക് മാറ്റി പിടിക്കാം, കുറച്ച് ഡ്രസ് വെയർ ആയിട്ട് പോകാം, നല്ല ക്ലോത്തിങ്സ് നോക്കാം. കമോൺ. നമുക്ക് ടോട്ടലായിട്ട് 6 ക്ലോത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ദിസ് മസ്റ്റർഡ് യെല്ലോ കളർ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ ആണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിൻ്റെ ദുപ്പട്ടയാണിത്. ഇതൊരു പാൻ്റാണേ, ഇതൊരു അടിപൊളി പാൻറ്. ഇത് നമ്മുടെ വേറൊരു ആൻറ്റി തന്നെയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നൊരു കുർത്തിയാണ്. കുർത്തി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കുർത്തി ഇതൊക്കെ ഇത് സീക്വൻ വർക്ക്സ് ഒക്കെ വരുന്ന കുർത്തിയാണ്. കുർത്തിയാണ് ദാണ്ട് ഈ ഒരു കൊറിയൻ ടൈപ്പ് ഡ്രസ്സാണ്. ഇതും അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദിസ് പിസ്ത ഗ്രീൻ. പിസ്ത ഗ്രീൻ ആണ്, എനിക്കറിയില്ല ഇത് ക്യാമറയിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടെന്ന്. ഇത് പിസ്ത ഗ്രീൻ ആണ്. ഇതൊരു അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ കുർത്തി സെറ്റാണ്. അപ്പോൾ അതിൻ്റെ പാൻസ് ആണിത്. പാൻസ് ബ്ലൂ കളർ ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ പിങ്ക് കളർ കുർത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ 6 ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് എനിക്ക് ഫാൻസി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊരൊറ്റ ആള് തന്നെയാണ് കേട്ടോ ഇത്ര ഐറ്റംസ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂട്ട ഐറ്റംസ് ആണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. എല്ലാ ഗിഫ്റ്റും ഒന്നിനൊന്ന് അടിപൊളിയാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ ഫോർ മോർ. ബൈ.